आप इस लॉ को आइसोलेशन में नहीं दे सकते। इस देश का एक इतिहास है। इस देश का विभाजन धर्म के आधार पर होना ही नहीं चाहिए था, मगर उस वक्त किया गया। और स्वयं कांग्रेस के नेताओं ने आजादी के वक्त सैकड़ों भाषणों में कहा है कि अभी मारकाट चल रही है, अभी जहां है वहां रह जाइए, बाद में जब कभी भी भारत में आएंगे आपका स्वागत है। परंतु बाद में ഇലക്ട്രൽ പൊളിറ്റിക്സ് ചാലു ഹി, വോട്ട് ബാങ്ക് की राजनीति चालू ही। പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു പ്രധാന ചോദ്യത്തെ നേരിട്ടു. പാഴ്സികളും ക്രിസ്ത്യാനികളും CAAയ്ക്ക് യോഗ്യരാണ്, എന്നാൽ മുസ്ലിങ്ങളല്ല. 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പീഡിപ്പിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാനാണ് CAA ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയിൽ ജനിച്ചിട്ടില്ലാത്ത മതവിഭാഗങ്ങളായ പാഴ്സികൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം നേടാൻ നിയമം അനുവദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് മാത്രം ഇത് ബാധകമല്ലാത്തത് എന്നായിരുന്നു അമിത് ഷാ നേരിട്ട ചോദ്യം. जो बाकी समुदाय, बाकी जो रिलीजन्स हैं, चाहे हिंदूज हैं, जैन हैं, बुद्ध हैं, सिख हैं, उन सबको तो मैं मानती हूँ, ठीक है, दे वर रिलीजन्स बॉर्न इन इंडिया. पर पारसी और अगर आप पारसी और ईसाइयों को ला सकते हैं, उन वो जो रिलीजन्स है, दे वर नॉट बॉर्न इन इंडिया. तो अगर आप पारसी और ईसाइयों को ला सकते हैं तो मुसलमानों को क्यों नहीं? देखिए, मुस्लिम आबादी के लिए ही वो हिस्सा भारत का भाग नहीं है. वो भूमि इसीलिए दे दी गई थी. फिर तो हर देश से अव्यवस्था से जो आना चाहिए, इसके लिए भारत के दरवाजे खोल लो. भारत कहां बचता है? अखंड भारत के जो लोग हिस्सा थे और जिन पर धार्मिक प्रताड़ना हुई है, उसको शरण देना मैं मानता हूं हमारी नैतिक जिम्मेदारी है और हमारी कॉन्स्टिट्यूशनल रिस्पॉन्सिबिलिटी. और स्मिता जी, आप आंकड़े की गहराई में जाइए. മുസ്ലിം ജനസംഖ്യ കാരണം ഇന്ത്യ വിഭജിച്ചു നൽകി. ഇന്നത് ഇന്ത്യയുടെ ഭാഗമല്ല, അത് അവർക്ക് വേണ്ടി നൽകിയതാണ്. എന്നാൽ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്നവർക്കും മതപരമായ പീഡനങ്ങൾ അനുഭവിച്ചവർക്കും അഭയം നൽകേണ്ടത് നമ്മുടെ ധാർമ്മികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആധുനിക അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലിദ്വീപ്, നേപ്പാൾ, മ്യാൻമർ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ടിബറ്റ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഏകീകൃത മഹത്തായ ഇന്ത്യയുടെ ആശയമാണ് അഖണ്ഡ ഭാരതം. വിഭജന സമയത്ത് പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 23% ഹിന്ദുക്കളായിരുന്നു. ഇപ്പോൾ അത് 3.7% കുറഞ്ഞു. അവർ എവിടെ പോയി? ഇത്രയും പേർ ഇവിടെ വന്നില്ല. ഇവർക്കിടയിൽ നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടുണ്ട്. അവരെ അപമാനിച്ചു, രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കി. അവർ എവിടെ പോകും? നമ്മുടെ പാർലമെന്റും രാഷ്ട്രീയ പാർട്ടികളുമല്ലേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കൂടാതെ 1951 ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ 22% ഹിന്ദുക്കളായിരുന്നുവെന്നും 2011 ഇത് 10% കുറഞ്ഞുവെന്നും അമിത് ഷാ പറയുന്നു. അഫ്ഗാനിസ്ഥാനിൽ 1992 ഏകദേശം 2 ലക്ഷം സിഖുകാരും ഹിന്ദുക്കളുമുണ്ടായിരുന്നു. ഇപ്പോൾ 500 പേർ അവശേഷിക്കുന്നു. അവർക്ക് അവരുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവകാശമില്ലേ? ഭാരതം ഒന്നായിരുന്നപ്പോൾ അവർ നമ്മുടേതായിരുന്നു. അവർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. जब विभाजन हुआ तब पाकिस्तान में 23% हिंदू थे, हिंदू और सिख थे. आज 3.7% बच गए. कहाँ गए सारे? इतने सारे तो यहाँ आए नहीं. धर्म परिवर्तन हुआ, अपमानित किया गया. दोयम दर्जे के नागरिक के नाते इनको रखा गया. कहाँ जाएंगे ये लोग? क्या देश इसका विचार नहीं करेगा? देश की पार्लियामेंट इसका विचार नहीं करेगी? देश की पॉलिटिकल पार्टियों ने इनका विचार नहीं करना चाहिए? അതേസമയം ഷിയ, ബലൂജ്, അഹമ്മദിയ മുസ്ലിങ്ങൾ തുടങ്ങിയ പീഡിപ്പിക്കപ്പെടുന്ന സമുദായങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമിത് ഷാ പറഞ്ഞത് ഇപ്രകാരമാണ്: മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വത്തിന് അപേക്ഷിക്കാം, എന്നാൽ ഭരണഘടനയിൽ ഒരു വ്യവസ്ഥയുണ്ട്. അതിൻ പ്രകാരം ദേശീയ സുരക്ഷയും മറ്റ് ഘടകങ്ങളും കണക്കിലെടുത്ത് ഇന്ത്യൻ സർക്കാർ തീരുമാനമെടുക്കും. സാധുവായ രേഖയില്ലാതെ അതിർത്തി കടന്ന 3 രാജ്യങ്ങളിൽ നിന്നുള്ള പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക നിയമമാണ് CAA. എന്നാൽ രേഖകളൊന്നും ഇല്ലാത്തവരുടെ കാര്യമെന്തെന്ന ചോദ്യത്തിന് രേഖകളില്ലാത്തവർക്ക് ഞങ്ങൾ പരിഹാരം കാണും. എന്നാൽ തങ്ങളുടെ കണക്കനുസരിച്ച് അവരിൽ 85%-ലധികം പേർക്കും രേഖകളുണ്ട്, അമിത് ഷാ പറഞ്ഞു.